ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ വ്യക്തി ആരാണ്? മന്ത്രി ആരാണ്? കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ: ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാംപിയർ എഴുതിയ പുസ്തകം. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാംപിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇറ്റ് വാസ് 5 past midnight. ഇറ്റ് വാസ് 5 past midnight എന്ന പുസ്തകമാണ് ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാംപിയർ എഴുതിയ പുസ്തകം. അടുത്ത ക്വസ്റ്റ്യൻ: എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് എവിടെയാണ് അവസാനിക്കുന്നത്? ഓപ്ഷൻ ബി പനവേൽ. പനവേൽ എറണാകുളമാണ്. NH-17 ഏതു മുതൽ ഏത് വരെ? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി മുതൽ പനവേൽ വരെയാണ് NH-17. അടുത്ത ക്വസ്റ്റ്യൻ: സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? അപ്പോൾ ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി അരുൺ ഷൂറി ആണ് ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ: കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി. കേരള കാളിദാസൻ ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അടുത്ത ക്വസ്റ്റ്യൻ: കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര്? കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാനായി സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ദിവ്യചക്ഷു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ: ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണ ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഓപ്ഷൻ സി ആണ്. 1965 ജനുവരി 26 ഇന്ത്യയുടെ പ്രതിജ്ഞ അംഗീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം? ഓപ്ഷൻ ബി എടക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ: GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് എന്ന് മുതൽ? GST എന്ന് മുതലാണ് നടപ്പിലാക്കിയത്? ഓപ്ഷൻ ഡി ആണ്. 2017 ജൂലൈ 1 മുതലാണ് GST നടപ്പിലാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ: ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ബി HJ കെനിയയാണ് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്ത ക്വസ്റ്റ്യൻ: സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനാണ്? ഓപ്ഷൻ എ അമർത്യ സെൻ. അടുത്ത ക്വസ്റ്റ്യൻ: ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത് ഓപ്ഷൻ സി 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞത് ആരാണ്? അപ്പോൾ ആരാണ് ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ: ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ്? നാടകം
ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകമാണ് നീലദർപ്പൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ എ ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓപ്ഷൻ സി ആണ് അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിത അനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ആരാണ് മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ? ഓപ്ഷൻ ബി ശ്യാം ബെനഗൽ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നയീം താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ആരാണ് നയീം താലിം വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത്? ഓപ്ഷൻ സി ഗാന്ധിജിയാണ് നയീം താലിം വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് എഴുതിയത്? ആരാണ് കേരള സിംഹം എന്ന കൃതി എഴുതിയത്? ഓപ്ഷൻ എ സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെക്കുറിച്ച് കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ. കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ ആരാണ്? ഓപ്ഷൻ ബി കല്ലേൽ പൊക്കുടനാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആര്? വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആരാണ്? ലാറി ബേക്കർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ലാറി ബേക്കറാണ് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്നത് ഭുവനേശ്വറിലാണ്. അത് ഇന്ത്യയിൽ വെച്ച് നടന്നതാണ്. 2023 എവിടെയാണ്? ബാങ്കോക്കിലും തായ്ലൻഡിലും വെച്ചാണ് ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് PT ഉഷ. ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ PT ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ ഡി കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം, നെടുമ്പാശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയുമായ വനിതാ ഭരണാധികാരി. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയുമായ വനിതാ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ ബി സുൽത്താന റസിയ. അടുത്ത ക്വസ്റ്റ്യൻ, കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിൻ്റ് ചെയ്തത്. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിൻ്റ് ചെയ്തത് ഓപ്ഷൻ ഡി ഷേർഷാ സൂരി. ഷേർഷാ സൂരിയാണ് കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിൻ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി മറാത്ത രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരാണ് ഉയർത്തിയത്? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രായി ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ. ട്രായി ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ ഏതാണ്? ഓപ്ഷൻ സി ആണ് 112, 112 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ ഓപ്ഷൻ ഡി ചാൾസ് മെറ്റ്കാഫ് ആണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്?
ഓപ്ഷൻ ബി മാഡം ഭിക്കാജി കാമയാണ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ. പ്രച്ഛന്ന ബുദ്ധൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തത് എന്നാണ്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തത് എന്നാണ്? ഓപ്ഷൻ ഡി 1857. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ, ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര്. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാറാണ് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി. അടുത്ത ക്വസ്റ്റ്യൻ, കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? ഓപ്ഷൻ സി നബാർഡ്. നബാർഡാണ് കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നിർദ്ദേശക തത്വങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ സുചേത കൃപലാനിയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ ബി നിസ്സഹരണ പ്രസ്ഥാനമാണ് ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം. വിവരസാങ്കേതിക നിയമം എന്നാണ് പാസാക്കിയത്? 2000. ഓപ്ഷൻ സി ആണ് ആൻസർ. 2000-ലാണ് വിവരസാങ്കേതിക നിയമം പാസാക്കിയത്. 2000 ഒക്ടോബർ 17-നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതരത്നം നേടിയ ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്നം നേടിയ ആദ്യ വനിത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ധാന്യപ്പുര ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ എ മുംബൈ ആണ് കോട്ടണോപോളിസ് എന്നറിയപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി കൽക്കട്ട. ഓപ്ഷൻ ബി കൽക്കട്ടയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര്. കൽപ്പന ചൗള സഞ്ചരിച്ച ശൂന്യാകാശ വാഹനത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, കൊളംബിയ എന്ന വാഹനത്തിലാണ് കൽപ്പന ചൗള സഞ്ചരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ഏതാണ്? ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണമാണ് ക്രോണോമീറ്ററാണ് ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കേ അറ്റം എന്താണ്? ഓപ്ഷൻ സി ആണ്, ഇന്ത്യയുടെ ഇന്ദിര പോയിൻ്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഓപ്ഷൻ സി ഇന്ദിര പോയിൻ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഓപ്ഷൻ ഡി തെലുങ്കാന. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം. സൂര്യോദയവും അസ്തമയവും കാണാൻ കഴിയുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി കന്യാകുമാരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? ഓപ്ഷൻ എ ഇന്ത്യക്ക് ഒരു സമയമേഖലയേ ഉള്ളൂ, 1 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്, സ്വാതി തിരുനാളാണ് ദക്ഷിണ ഭോജൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1936-ൽ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ഡി എ.കെ. ഗോപാലൻ ആണ് പട്ടിക ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ള ഇന്ത്യയെ കൂടാതെയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ദക്ഷിണ കൊറിയയാണ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ള ഒരു രാജ്യം.
അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നാണ്? അന്താരാഷ്ട്ര മണ്ണ് വർഷം ഓപ്ഷൻ ബി 2015 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം? കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ പട്ടാമ്പിയാണ് കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം? പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ്? ഓപ്ഷൻ സി മുളയാണ്. മുള പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ആ രോഗം ഏതാണ്? ഓപ്ഷൻ ബി എബോള. എബോളയാണ് വവ്വാലുകൾ പകർത്തുന്ന ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം ഏതാണ്? എബോള. അടുത്ത ക്വസ്റ്റ്യൻ, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കറുത്ത പൊന്ന് എന്താണ്? ഓപ്ഷൻ എ കുരുമുളകാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. ലോക പരിസ്ഥിതി ദിനം? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്കർവി ഏതാണ്? വൈറ്റമിൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. സ്കർവി വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓപ്ഷൻ ഡി ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. അടുത്ത ക്വസ്റ്റ്യൻ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ആരോഗ്യകിരണം. ആരോഗ്യകിരണമാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ഓപ്ഷൻ സി പ്രോട്ടീനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ 18-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഇതിനകത്ത് നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ് നിഷ്ക്രിയ വാതകം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഡ്യൂട്ടീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്ന അലുമിനിയത്തിൻ്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ് ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ISI മാനദണ്ഡം അനുസരിച്ച് 1-ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? അപ്പോൾ 1-ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ഓപ്ഷൻ സി 76% കുറയാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴേക്ക് ഒഴുകുമ്പോൾ ഉള്ള ഊർജ്ജ രൂപം ഏത്? ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോൾ ഉള്ള ഊർജ്ജം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ഗതികോർജ്ജമാണ്. അപ്പോൾ ചലിക്കുമ്പോൾ ലഭിക്കുന്നതല്ലേ ഗതികോർജ്ജം? ഗതികോർജ്ജം ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്ന് ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? പച്ചയും ചുവപ്പും ചേരുമ്പോൾ ഏത് വർണ്ണമാണ് കിട്ടുന്നത്? ഓപ്ഷൻ സി ആണ് മഞ്ഞയാണ് പച്ചയും ചുവപ്പും ചേർന്ന് ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? ഐസ് ഉരുകുന്ന താപനില എത്രയാണ് സെൽഷ്യസ് തെർമോമീറ്ററിൽ? ഓപ്ഷൻ ബി 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഖരപദാർത്ഥങ്ങൾ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ സി ഉത്പതനം. ഓപ്ഷൻ സി ഉത്പതനമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം എന്തെന്നറിയപ്പെടുന്നു? ഓപ്ഷൻ എ പ്രകീർണനമാണ്. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ എന്ത് പറയുന്നു? പ്രകാശ പ്രകീർണനം. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ 80 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. താങ്ക് യു.